റോഷൻ, അർജുൻ, വിശാഖ്, ഇഷാൻ, ദേ ആർ സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണ്. മമ്മൂക്കനെ പോലെ ഒരു ലെജൻഡിനെ എനിക്കൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ലക്കിയാണ്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ അതിന്റെ മേളിലേക്ക് ഒരു ക്രിറ്റിസിസവും വരില്ല. റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ആ ടേബിളിന്റെ അവിടെ നിൽക്കുമ്പോൾ ലാലുമാൻ പറയുന്നത് എടാ ഗുസ്തിപ്പടമല്ലേ, ഞാൻ ഒന്ന് ഇരിക്കാം, നിങ്ങളൊക്കെ ഒന്ന് മസാജ് ചെയ്യും. ആ ഒറ്റ ടേക്കേ എടുത്തുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ലാൽ സർ ചോദിച്ചിട്ട് ജിബ് ഓപ്പറേറ്റർ അയ്യോ സാറേ അത് പ്രശ്നമാണല്ലോ, അത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഇത്രയും സമയത്തിൽ, നീ പറ നമുക്ക് എങ്ങനെ ഇതേ സാധനം ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലാൽ സർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ചെറിയാന്നുള്ളൊരു ക്യാരക്ടർ അത്രയും സീൻസ് ഇല്ലായിരുന്നു. ഈ ഒരു ക്യാരക്ടറിനെ നട്ടും ബോൾട്ടൊക്കെ ലൂസാണല്ലോ. അപ്പോൾ വിശാഖിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഹീൽ ബി ഏബിൾ ടു മാക്സിമൈസ് ഇറ്റ് എന്ന് തോന്നിയായിരുന്നു. റോഷൻ്റെ കോസ്റ്റ്യൂം ഈസ് കുറെ തെയ്യം ഇൻസ്പിറേഷൻ ഉണ്ട്. അർജുൻ്റെ ആണെങ്കിൽ ആ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ട്. അതേപോലെ എല്ലാവരുടെയും പല പല ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോജക്റ്റിൽ ബിലീവ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് നൗ ലുക്ക് അറ്റ് ദ സപ്പോർട്ട് ദാറ്റ് വി ഹാവ്. ചത്താപ്പച്ച എന്ന സിനിമ തിയേറ്ററുകൾ നിറഞ്ഞ സെൽസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാ ഷോസും ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകൻ അദ്വൈത് നാരായണൻ എന്ന റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. നമസ്കാരം. എന്ത് തോന്നുന്നു, ആദ്യ സിനിമ തന്നെ ഇത്രയും ഒരു വിജയമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടി ഫീൽ നോ? ഫീലിംഗ് വെരി ഹാപ്പി മാൻ. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ആണ്. ഇത്രയും വലിയൊരു നമ്മൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഹോപ്പ് ചെയ്യുമല്ലോ, പക്ഷെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ഒക്കെ ഓവർവെൽമിംഗ് ആണ്. നമ്മള് ഈ ഒരു ഫുൾ ടീം ഇങ്ങനെ ഒന്ന് എത്തി നിൽക്കുക. ഈ ഒരുപാട് ലേറ്റ് നൈറ്റ് ഷോസ് ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, 2026 ആദ്യത്തെ സൂപ്പർ ഹിറ്റ്, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് എന്നൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നുണ്ട്. പടം കണ്ട് ഇറങ്ങി നിങ്ങൾ ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു ഫീൽ എങ്ങനെയായിരുന്നു? കരഞ്ഞുപോയി. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ കരയുന്നതിൻ്റെ ഒരു റീലൊക്കെ എടുത്തിട്ട് അയച്ചു തന്നിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. കാരണം ഞാൻ നമ്മുടെ ഫസ്റ്റ് ഷോ വനിതാ തിയേറ്ററിലായിരുന്നു. 4 തിയേറ്റേഴ്സും ചത്താപ്പച്ച തന്നെയായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഉള്ള ഒരു തിയേറ്ററിലായിരുന്നു ഞാനും ഇരുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ചെയർ ചെയ്യുന്ന ഒരു ക്രൗഡിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോയപ്പോഴാണ് ഫുള്ളൊരു ബിഗ് ക്രൗഡ് നമ്മളെടുത്ത് പൊക്കുന്നു, ചെയർ ചെയ്യുന്നു, ക്യാമറക്കാർ നമ്മളെടുത്ത് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരു ഫെൽറ്റ് മാജിക്കൽ. WWE കാണുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഇടയിലുണ്ട്. ലൈക്ക് ഒരു 90s കിഡ്സ് ആയാലും ഇപ്പോൾ പിള്ളേരെല്ലാം കണ്ടു തുടങ്ങി, ഒരു 10 സ്പോർട്സിലൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഫസ്റ്റ് ഐഡിയ തോന്നിയത് എങ്ങനെയായിരുന്നു? സോ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ വന്ന് 2019 അന്ന് ഞാൻ ഫുൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചായിരുന്നു. ആസ് ഇൻ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഇപ്പം ചത്താപ്പച്ച എന്നുള്ള നിങ്ങൾ കാണുന്ന ഒരു വേർഷനിൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. കുറെ കൂടെ സ്റ്റൈലൈസ്, കുറെ കൂടെ നോവാറിഷ്, ഭയങ്കര ഒരു ഡാർക്ക് സ്റ്റോറി ആയിരുന്നു. ബട്ട് അത് എന്നിട്ട് ഞാൻ പിന്നീട് മാറ്റി. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഷിഹാനും ഇഷാനും അവരുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ തൊട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്ത് മാറ്റി തുടങ്ങിയിരുന്നു. സോ ആദ്യമായിട്ട് ഈ ഐഡിയ കിട്ടിയത് ഓഫ് കോഴ്സ് നമുക്കൊക്കെ ഒരു WWE നൊസ്റ്റാൾജി ഉണ്ട്. നമുക്കൊക്കെ കുറെ മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ 90s 2000 കിഡ്സ് മാത്രമല്ല, ഇപ്പൊ എൻ്റെ പേരൻസ്, ഗ്രാൻഡ് പേരൻസിന്റെ ജനറേഷൻസ് നോക്കുവാണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചാൽ അവര് സിമിലർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അവൻ എപ്പോഴും ഇങ്ങനെ കുത്തി മറിയുന്നു ഈ ടി വിയിലൊക്കെ ഓരോന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിനും ആ ഒരു നൊസ്റ്റാൾജിക് ഫാക്ടറിൽ എന്തോ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് അതർ ദൻ ദാറ്റ് WWE എത്താൻ പറ്റാത്ത ആൾക്കാർ, റൈറ്റ്, സൂപ്പർ സ്റ്റാർസ് ആവണമെന്നൊക്കെ ഉള്ളൊരു ഡ്രീം ഉണ്ടായിട്ട് എത്താൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോൾ ഇമാജിൻ ഒരു let's say working class people, like let's say ഒരു ടാക്സി ഡ്രൈവർ, ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫ്ലവർ ഷോപ്പ് ഓണർ, സംതിങ്. ഇൻ സിറ്റീസ് ലൈക്ക് ഇൻ അമേരിക്ക, മെക്സിക്കോ ഒക്കെ ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനത്തെ ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് എന്നും ഒരു ട്വൈസ് എ വീക്ക് സംതിങ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് സബ്വേ എടുത്തിട്ട് ഒരു പബ്ലിക് സ്കൂളിൻ്റെ റെന്റഡ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് എടുത്ത് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് ദേ വിൽ സ്റ്റാർട്ട് ഹെൽപ്പിംഗ് ഈച്ച് അതർ വിത്ത് മേക്കപ്പ്. തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാൻ തുടങ്ങും. 9 മണിയാകുമ്പോൾ കുറച്ച് ആൾക്കാർ ബിയർ ക്യാൻസ് ഒക്കെ ആയിട്ട് വരും. അവർ തന്നെ സെറ്റ് ചെയ്ത ഒരു റിങ്ങിൽ അവർ തന്നെ അവർക്ക് ഫുള്ളി റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഡ്രീംസ് അവർ ലിവ് ഔട്ട് ചെയ്യും. അവർ റെസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു 2 മണിക്കൂർ ഒരു ഷോ ഒക്കെ നടത്തി എല്ലാവരെയും കൈയടിപ്പിച്ച് പിന്നെ അവർ തന്നെ ആ റിംഗ് ഒക്കെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കോസ്റ്റ്യൂംസ് ഊരി അവരുടെ ജോലിയിലേക്ക് പോകും. അപ്പോൾ അതിലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അത് ഇതിനെപ്പറ്റി ഡോക്യുമെന്ററീസ് ഒക്കെ കണ്ടപ്പോൾ
ഹിയസ് എ ഫൈറ്റിംഗ് സ്പിരിറ്റ്, ദേഴ്സ് എൻ അണ്ടർഡോഗ് സ്പിരിറ്റ്. എന്ത് ചെയ്താലും ഐ വിൽ നോട്ട് ഗിവ് അപ്പ് ഓൺ ദിസ്, എൻ്റെ സർക്കംസ്റ്റാൻസ് എന്താണെങ്കിലും അതെനിക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ തോന്നിയായിരുന്നു. ആൻഡ് അത് കൊച്ചിയിലേക്ക് പ്ലേസ് ചെയ്യാൻ തോന്നിയത് 2 റീസൺസ്. ഒന്ന്, നമ്മുടെ ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണല്ലോ WWE എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഓഡിയൻസസിന് എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു റൂട്ട് വേണമെന്ന് തോന്നി. അതിനായിരുന്നു ഗാട്ടാ ഗുസ്തി എന്ന് ചൂസ് ചെയ്തത്. ഗാട്ടാ ഗുസ്തിയുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഹബ്ബാണ് കൊച്ചി, ഫോർട്ട് കൊച്ചി. ഇപ്പോഴും ഫോർട്ട് കൊച്ചി ബീച്ചിൽ വീക്കെൻഡ്സിന് അവർ ട്രെയിനിങ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് എ ഡൈയിങ് സ്പോർട്ട്, ബട്ട് എന്നാലും ഇറ്റ്സ് എ ഗ്രാൻഡ് സ്പോർട്ട്. ഗുസ്തിയുടെ ഒരു കുറച്ചുകൂടി ഒരു ഫാൻസി വേർഷൻ ആയിട്ട് എനിക്കത് തോന്നി. അപ്പൊ അങ്ങനെ വാട്ട് ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, കുട്ടിക്കാലത്ത് ഗാട്ടാ ഗുസ്തി പഠിച്ചായിരുന്നെങ്കിൽ അവരെന്നിട്ട് ടി വിയിൽ ഈ WWE ഉണ്ട്, ഇത് നമ്മുടെ ഗുസ്തി തന്നെയല്ലേ, പക്ഷെ കുറച്ചുകൂടെ ഫാൻസി അല്ലേ, ഇത് കോസ്റ്റ്യൂം ഗുസ്തി അല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. അതേപോലെ കൊച്ചിക്കാരുടെ ഒരു സാധനം കൂടെ, ഒരു സ്പിരിറ്റും കൂടെ ഉണ്ട്. ഒന്നാമത് ഒരു മിക്സ് ഓഫ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്. നമുക്കൊരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, ഒരു കൊങ്കണി കമ്മ്യൂണിറ്റി ഉണ്ട്, തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. എല്ലാവരുടെയും ഒരു ബ്യൂട്ടിഫുൾ മിക്സ് ആണ് ഫോർട്ട് കൊച്ചി. അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തത്, ഓൾ കൈൻഡ്സ് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കൂടെ ഉണ്ട്. ആൻഡ് പ്ലസ് കൊച്ചിയിൽ എന്ത് ചെയ്താലും പോസിബിൾ ആണ്. നത്തിങ് വിൽ സീം ഫോഴ്സ്ഡ് ഓവർ. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൂടെയാണ് കൊച്ചിയിൽ നമ്മൾ ഫേസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നത്. പിന്നെ ഇത് ഈ ഫിലിം റിലീസ് ആകുമ്പോൾ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ, ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആസ് എൻ ആ ഒരു ഭയം ഉണ്ടായിരുന്നു. ബട്ട് എവിടെയോ നമ്മുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഹൈപ്പ്, ഒരു ബസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാഡ് എ ഫീലിംഗ്, ഹോപ്പ്ഫുൾ ആയിരുന്നു ദാറ്റ് നമ്മുടെ ഇവിടുത്തെ യൂത്ത് ആൻഡ് ഓൾ ദാറ്റ് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇവിടെ എന്നാലും ഇത്രയും വലിയൊരു റിസപ്ഷൻ. ഇനി സിനിമയുടെ കാസ്റ്റിംഗിലേക്ക് ഞാൻ വരാം. ലൈക്ക് അർജുൻ അശോകൻ, റോഷൻ, വിശാഖ്, ഇവർ 3 പേരുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതല്ലാതെ വേറെ ആക്ടേഴ്സ് ഉണ്ട്. അർജുൻ അശോകൻ ഓൾറെഡി ഇങ്ങനെ ഫൈറ്റ് രംഗങ്ങൾ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് റോഷൻ ആൻഡ് വിശാഖ് അവരുടെ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്യാനുള്ളൊരു പ്രോസസ് എങ്ങനെയായിരുന്നു? സോ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇസ് ദാറ്റ് റോഷൻ, അർജുൻ, വിശാഖ്, ഇഷാൻ, ദേ ആർ സൂപ്പർ സ്റ്റാർസ്. സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണ് അവർ. അതെനിക്ക് ആൾക്കാരെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു അർജുൻ അശോകൻ ഉണ്ട്, റോഷൻ മാത്യു ഉണ്ട്, വിശാഖ് നായർ, ഇഷാൻ ഷാക്കോത്ത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ട്രെയിലറിൽ അവരുടെ പേര് വരുമ്പോൾ ബിഗ് ബോൾഡ് ആയിട്ട്, ലൈക്ക് ഐ വാണ്ടഡ് ടു ഷൗട്ട് ഇറ്റ് ഔട്ട് ദാറ്റ് യു നോ ഹിയർ ആർ യുവർ സൂപ്പർ സ്റ്റാർസ്, ഹിയർ ആർ ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർസ് എന്നുള്ളൊരു സാധനം. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ്. എനിക്ക് എല്ലാവരെയും കുറച്ച് നാളായിട്ട് അറിയാം. പല പ്രോജക്ട്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തു. ഞാൻ അസിസ്റ്റ് ചെയ്ത കുറച്ച് പ്രോജക്ട്സിലൊക്കെ ഇവർ കുറച്ച് പേരുണ്ടായിരുന്നു. ആൻഡ് റോഷൻ്റെ അടുത്ത്, ഇപ്പോൾ റോഷൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, റോഷൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ബ്രോ ദാറ്റ്സ് ലൈക്ക് എ മാസ് ഹീറോ ഇൻ യു. അപ്പോഴും ഇത് ഞാൻ റോഷനായിട്ട് ഒരു 2022 തൊട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കഥയാണ്. അന്ന് വേറൊരു ഫോമിലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ റോഷൻ്റെ അടുത്ത് പറയും, ദർ ഇസ് എ സൂപ്പർ സ്റ്റാർ, ദർ ഇസ് എ മാസ് ഹീറോ. നല്ലൊരു റോഷൻ്റെ ഇവിടെ, റോഷൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു വെയിനൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തി വരും. അതേപോലെ ഇവിടെ വരും. ഇതേ സാധനം ഒരു ആ റേജിലൊന്ന് കാണിച്ചാൽ അടിപൊളിയായിരിക്കും, മാസ് ആയിരിക്കും എന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ അതേപോലെയാണ് വിശാഖിന്റെ കേസ്. വിശാഖ് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഒരുമിച്ച് ചെയ്ത ലോക്ക്ഡൌൺ ടൈമിൽ. പിന്നെ അത് നടന്നില്ല, ബട്ട് വി സ്റ്റേഡ് ഇൻ ടച്ച്. എന്തോ ഹിസ് ക്രേസി മാച്ചസ് മൈ ക്രേസി എന്നുള്ളൊരു വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ചെറിയാന്നുള്ളൊരു ക്യാരക്ടർ, അത്രയും സീൻസ് ഇല്ലായിരുന്നു ചെറിയാൻ ആക്ച്വലി. ബട്ട് ഈ ഒരു ക്യാരക്ടറിന് എന്തോ എവിടെയോ ഒരു നട്ടും ബോൾട്ടും ഒക്കെ ലൂസാണല്ലോ. അപ്പോൾ ആ ഒരു സാധനം ലൈക്ക് വിശാഖിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഹീൽ ബി ഏബിൾ ടു മാക്സിമൈസ് ഇറ്റ് എന്ന് തോന്നിയായിരുന്നു. അത് അങ്ങനെ തന്നെ വിശാഖിന്റെ അടുത്തേക്ക് പോയി. വിശാഖ് പിന്നെ നമ്മളിങ്ങനെ ജാം ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെയും ചെയ്താലും അങ്ങനെയും ചെയ്താലും എന്നൊക്കെ പറഞ്ഞ് ഓർഗാനിക്കലി ആ ക്യാരക്ടർ അങ്ങ് ഗ്രോ ആയി. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ട്. കാരണം ഹീറോസ് ഹാവ് റൂൾസ്, വില്ലൻസ് ഡോണ്ട് ഹാവ് റൂൾസ്. അപ്പോൾ വില്ലൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ നല്ല രസമാണ്, എന്തും ചെയ്യാം. അപ്പോൾ സെറ്റിലും എൻ്റെ DOP ആനന്ദേട്ടൻ ഞാൻ കട്ട് വിളിക്കാൻ പോകുമ്പോഴൊക്കെ പലതവണ ഇവിടെ അങ്ങ് പിടിച്ചിട്ട് പറയാം, കട്ട് വിളിക്കാൻ നോക്കട്ടെ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. അത് എവറി ടൈം വി ഹാവ് എക്സ്റ്റെൻഡഡ് ദ ടേക്ക്. വിശാഖ് എപ്പോഴും നമ്മളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. പടം കണ്ട് ഇറങ്ങിയവരും ഒരുപാട് വിശാഖിന്റെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അർജുൻ അശോകനിലേക്ക് വരുമ്പോൾ അച്ചുവേട്ടൻ്റെ കേസ് പറയുവാണെങ്കിൽ, ഞാൻ തുറമുഖം എന്ന സിനിമയിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. അച്ചുവേട്ടൻ എന്നെ നമ്മൾ കണ്ണൂരിൽ തുറമുഖം സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ ഈ ടുക്ക് കെയർ ഓഫ് മീ എ ലോട്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും അച്ചുവേട്ടൻ്റെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി
ഭക്ഷണമൊക്കെ മേടിച്ചു തന്നു, പിന്നെ എൻ്റെ ഹോട്ടലിലേക്കൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര കെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വലിയൊരു ചേട്ടൻ. അങ്ങനെ തന്നെയാണ് ഞാൻ ഈ സിനിമയിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗാങ്ങിന്റെ ചേട്ടൻ, ദ റെസ്പോൺസിബിൾ ബിഗ് ബ്രദർ. അച്ചുവേട്ടന് ആ ഒരു വാല്യൂസ് ഒക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൗബിക്ക പുള്ളീനെ നോക്കിയ ഒരു കെയർ ആണ്. ഐ കൻ സീ ഹിം ഗിവിങ് ദാറ്റ് ബാക്ക് ടു യങ്ങർ പിയേഴ്സ് എന്നുള്ള അതിന്റെ ഒരു വാല്യൂസ് ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ അച്ചുവേട്ടനെ എനിക്ക് ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആസ് ഇൻ ടെക്നിക്കലി രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ ഈ സിനിമയിലുള്ള. ഒന്ന് സാവിയോ, മറ്റേത് ലോക്കോ ലോബോ. സാവിയോ ഭയങ്കര ഒരു മെച്ചുവർ, കുറെ ഭയങ്കര ലേയേഴ്സ് ഒക്കെ ഉണ്ട്, കുറെ സീക്രറ്റ്സ് ഉണ്ട്, എല്ലാം ഉള്ളിൽ അടക്കി പിടിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ അതും എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി. ആൻഡ് ലൈക്ക് എ ഫാദർ ലൈക്ക് ഫിഗറും കൂടെ. പിന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു ലോക്കോ ലോബോ ആയിട്ട് തോന്നി. അപ്പോൾ ലോക്കോ ലോബോനെ കാണിക്കുന്നതിന് മുമ്പ് മറ്റേ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് എൻഡ് കാണിക്കണം ഉണ്ടായിരുന്നു. എന്നാലേ ലോക്കോ ലോബോന്റെ ഒരു എക്സ്പ്ലോഷൻ വരുമ്പോൾ നമുക്കത് ഫുള്ളി ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് അച്ചുവേട്ടനിലൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയാലും വലിയ സന്തോഷമുണ്ട്. അതേപോലെയാണ് ഞാൻ ഇഷാന്റെ കേസും പറയേണ്ടത്. അപ്പോൾ ഇഷാൻ ആക്ച്വലി ഇഷാനെ മീറ്റ് ചെയ്യുന്നതിലാണ് എൻ്റെ ഭയങ്കര ഒരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ഉള്ളത്. കാരണം ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് ആയിട്ട് പിച്ച് ചെയ്യാൻ പോയതായിരുന്നു അവരുടെ അടുത്ത്, വെൻ ദേ സ്റ്റാർട്ടഡ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്. അത് ഫോർ ഡിഫറെന്റ് റീസൺസ് അത് നടന്നില്ല. ദാറ്റ് വാസ് എ കോമഡി ഡ്രാമ. അങ്ങനെ അവർ ചുമ്മാ ഒന്ന് മീറ്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ചിരുന്നു വേറെ ഒന്നുമില്ലേ. കാരണം ഇഷാൻ ഞാനും തമ്മിൽ നല്ല വൈബായിരുന്നു. ചുമ്മാ ആസ്ലേക്കുന്നു വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പഴയ പിച്ചിട്ടൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റെസ്ലിംഗ് ഐഡിയ ഉണ്ടായിരുന്നു, ആർക്കും അതിൽ അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ വർക്ക് ഔട്ട്. ഫുൾ വായിച്ചിട്ട് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ആ ഒരു സാധനമായിരുന്നു. ആൻഡ് ആ പഴയ വേർഷനിൽ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു യങ് ബബ്ലി ഭയങ്കര എനർജറ്റിക് ക്യാരക്ടർ ആയിരുന്നു ലിറ്റിൽ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചത്തപ്പച്ച എന്നൊരു വേർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക്. ബട്ട് എന്നാലും ലിറ്റിലിന്റെ ഒരു ഹാർട്ട്, ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു യങ്ങർ ബ്രദർ, ഒരു ഭയങ്കര എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നത്. അത് സിൻസ് 2023 ഓ സോ ഇഷാൻ അത് ക്യാരി ചെയ്ത് അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഫുൾ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ലിറ്റിൽ എന്നുള്ള ഒരു വേർഷനിലേക്ക് വരുന്നത്. ഇവർ ഈ എല്ലാവരും ബോഡി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത്, ഐ മീൻ വർക്കൗട്ട് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നു. വിശാഖും ഒരുപാട് വർക്കൗട്ട് ഒക്കെ ചെയ്തു. ഇതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരല്ലേ? നല്ലോണം. കാരണം ഇവർക്ക് എല്ലാവർക്കും ഐ തിങ്ക് 3 sets ഓഫ് ട്രെയിനിങ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഒന്ന് ശ്രവൺ സത്യ എന്ന് പറഞ്ഞ നമ്മുടെ ഇവരെ പാർക്കോർ ആൻഡ് ലൈക്ക് ആക്ഷൻ ട്രെയിൻ ചെയ്യുന്ന പുള്ളിക്കാരന്റെ സെഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ ഡേവിസ് തോമസ് എന്ന് പറഞ്ഞ കണ്ടീഷനിങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡേവിസിന്റെ കുറച്ച് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ ഒപ്പം ഉള്ള സെഷൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പല പല ബോഡി ഗോൾസ് ആയിരുന്നു. we were very clear that like ഇപ്പോൾ അച്ചുവേട്ടൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഐ നീഡ് ബിഗ് ഷോൾഡേഴ്സ്. ഞാൻ തുറമുഖത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ കാസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ദേ ലിഫ്റ്റ് ഹെവി തിങ്സ്. അപ്പോൾ ഭയങ്കര റൗണ്ടഡ് ഷോൾഡേഴ്സ് ഒക്കെയാണ്, ഭയങ്കര അപ്പർ ബോഡിയാണ്. അച്ചുവേട്ടനെ അതിൽ ഫോക്കസ് ചെയ്തായിരുന്നു ട്രെയിൻ ചെയ്തത്. റോഷന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐ ടോൾഡ് ഹിം വെയിൻസ് പോപ്പ് ചെയ്യണം, അപ്പോഴാണ് ആ റേഞ്ച് ശരിക്കും ഫീൽ ചെയ്യുക. ആൻഡ് നല്ലൊരു കുറച്ചൊരു ബൾക്കി മസിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ 6 pack ഒക്കെ എനിക്ക് കിട്ടിയ എക്സ്ട്രാ ആയിരുന്നു കേട്ടോ. അത് റോഷൻ അത്രയും പണിയെടുത്തതിൻ്റെയാണ്. വിശാഖിന് ഭയങ്കര ഒരു എസ്തെറ്റിക് ബോഡി വേണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ഷാർപ്പ് ജോ ലൈൻ, ഭയങ്കര ഒരു സ്കൾപ്റ്റഡ് സോർട്ട് ഓഫ് ഒരു കോസ്റ്റ്യൂമിലും ഭയങ്കര എക്സ്ട്രാ ആയിരുന്നു. അത് വിശാഖ് തന്നെ ശരിക്കും ഇൻവോൾവ് ആയിട്ട് നല്ല രീതിയിൽ മെൽവിയുടെ ഒപ്പം ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ബേസ് മാത്രം സെറ്റ് ചെയ്യുന്നു. പക്ഷെ അതിലെ ഡീറ്റെയിൽസ് ഒക്കെ വിശാഖൻ മെൽവിയാണ്. മെൽവിയുടെ ഇതില് ജനറൽ കോസ്റ്റ്യൂം വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇഷാന് നമ്മൾ കൊടുത്ത ബ്രീഫ് വാസ് ദാറ്റ് നോർമൽ ക്ലോത്ത്സ് ഇട്ടിരിക്കുമ്പോൾ, കാരണം ഒരു ലങ് കണ്ടീഷൻ ഒക്കെ ഉണ്ട് സിനിമയിൽ. അപ്പം നമ്മൾ ആ ഒരു ഇന്റർവൽ ഫൈറ്റ് തുടങ്ങുന്നവരെ നമ്മൾ അറിയരുത് പുള്ളി ഇത്രയും ഒരു ഫിസിക്ക് ഹൈഡ് വരുന്നു. സോ കുറച്ചുകൂടെ ബാഗി ക്ലോത്ത്സ്, ഭയങ്കര ഒരു റിവീൽ ചെയ്യുന്ന അപ്പോഴാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും സ്ലീവ്ലെസ് ടീഷർട്സ് ഒക്കെ ഇടുന്നത്. കാരണം റിവീൽ ആയതിനു ശേഷം പിന്നെ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ബോഡി ഗോൾസ് ആയിരുന്നു. അതേപോലെ നമ്മുടെ ന്യൂ ആക്ടേഴ്സിനൊക്കെ. സോ എല്ലാവരും ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെയാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ബിൽഡ് ആയത്. ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ പുതിയ നൈട്രോക്ലി, ഭസ്മാസുരൻ, കടൽക്കൊമ്പൻ, ജാങ്കോ സുൽത്താൻ, ഇങ്ങനെ പേരുള്ള കുറെ പേരുണ്ടല്ലോ. ഇവരും കൊച്ചിയിലുള്ളവർ തന്നെയാണ് എല്ലാവരും? അല്ലല്ല, അവർ ആക്ച്വലി കൊച്ചിക്കാരനായിട്ട് ആകെ ഉള്ള ഡാറ്റു മാത്രമാണ്. കടൽക്കൊമ്പൻ സുപ്രൻ ഡാറ്റു ഫുൾ ഓൺ ലൈക്ക് കൊച്ചിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഡാറ്റുവിന്റെ അടുത്തു നിന്നാണ് ഇവരെ കുറെ
അവർ കൊച്ചി ഭാഷയൊക്കെ slang ലേൺ ഒക്കെ ചെയ്തെടുത്തു. നമ്മുടെ റൈറ്റിംഗ് ടീം ഉണ്ടായിരുന്നു, സനൂപ്, സനൂപ്. അമൽ, ആദർശ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഹെൽപ്പ് ഉണ്ട്. പ്ലസ് ചെറിയ ചെറിയ ഷോർട്ടിന് മുമ്പൊക്കെ അവർ ഡാറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഇങ്ങനെ പറയാമോ അങ്ങനെ പറയാമോ. അവർ ആക്ച്വലി അവരുടെ ഒരു പ്ലാനിൽ ദേ സ്പ്ലിറ്റ് അപ്പ് ദ റെസ്ലിംഗ് ഗാങ്. ഇന്ന ആൾക്കാർ ഫോർട്ട് കൊച്ചി സൈഡിൽ നിന്ന്, ഇന്ന ആൾക്കാർ മട്ടാഞ്ചേരി സൈഡിൽ നിന്ന്. എനിക്ക് ഈ ആ ഒരു ഡിഫറൻസ് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ശ്യാം ആക്ച്വലി ശ്യാം ഭസ്മാസുരൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. കാർമൻ നൈട്രോക്കളി തൃശ്ശൂർക്കാരിയാണ്. അങ്ങനെ വൈഷ്ണവ് ജാങ്കോ സുൽത്താൻ തൃശ്ശൂർക്കാരനാണ്. മിനോണൊന്നും കൊച്ചിന്നല്ല. അപ്പൊ ഇവര് കുറെ നാള് ഇന്ന് കുത്തിയിരുന്ന് പഠിച്ച് അവര് കുറെ ഇത്രയും പഠിച്ചതിന് ശേഷമാണ് പിന്നെ അവർക്ക് ആ ഒരു കൊച്ചി ഭാഷ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ ഇംപ്രവൈസേഷൻ ചെയ്യാൻ പറ്റിയത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് കുറെ പേരുണ്ട് സിനിമയിൽ. ഈ റോഷന്റെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി, പിന്നെ അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ ഇവരുടെ ചെറുപ്പം കാണിക്കുന്ന കുട്ടികൾ, ഇവര് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കാസ്റ്റിംഗിലും ഇതുപോലെ തന്നെ ഓഡിഷൻ വെച്ച് വിളിച്ചതാണ്. അതെ, നമ്മള് കാസ്റ്റിംഗ് പ്രോസസ്സിൽ കുറച്ച് വി ന്യൂ ദാറ്റ് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്താലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അറ്റ്ലീസ്റ്റ് ഫോർ മീ പേഴ്സണലി ആസ് എ ഡയറക്ടർ എൻ്റെ ജോബ് ഭയങ്കര ഈസി ആവും കറക്റ്റ് കാസ്റ്റിനെ കണ്ടുപിടിച്ചാൽ. കാരണം എനിക്ക് പിന്നീട് അവരുടെ എനർജി എടുത്തിട്ട് എൻ്റെ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ റോസ എന്നുള്ള ക്യാരക്ടർ പ്ലേ ചെയ്ത വേദിക ശ്രീകുമാർ, വാട്ട് എ ഗോഡ് ഗിവൻ ടാലന്റ്. പുള്ളിക്കാരി നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഓഫ് സ്ക്രീനും കുട്ടി എങ്ങനെയാന്ന് ഓഫ് സ്ക്രീനിൽ അതുപോലെ തന്നെയാണ് നിങ്ങൾ റീൽസിലൊക്കെ പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ബട്ട് അതേ സമയത്ത് ഭയങ്കര ഡൗൺ ടു എർത്തും ആണ്. വേദിക നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആളെ കിട്ടി, നമുക്ക് നമ്മുടെ റോസമ്മേനെ കിട്ടി. അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. ഈ റോസ് എന്നുള്ള കറക്റ്റ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അല്ല, സാധാരണ സിനിമകളിൽ ഈ കുട്ടികളുടെ കാസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്രിഞ്ച് ആവാം, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിനകത്ത് എല്ലാവരുടെയും ഓക്കെ ഒരു ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അത് നല്ല കറക്റ്റ് ഗൈഡൻസും ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. നമ്മുടെ റൈറ്റർ സനൂപിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഷിയാന്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ ഒപ്പം ഉള്ള ഒരു ഡിസ്കഷൻസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഒരു കറക്റ്റ് ഒരു മീറ്ററിൽ ഒന്ന് നോക്കി. അതേപോലെയാണ് നമ്മുടെ ഈ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ചെറുപ്പകാലം ചെയ്ത ആൽവിൻ, അർച്ചിത്, ഒർഹാൻ, സാവിയോ, വെട്രി, ലിറ്റിൽ ചെയ്ത് അവരൊരു തിയേറ്റർ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ അത്രയും ഗ്രാൻഡ് ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു സീക്വൻസ് അല്ല തിയേറ്റർ ഫൈറ്റ്. ഇവരുടെ ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കലൈമാസ്റ്ററും പിന്നെ അവര് മൂന്നുപേരും ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഒരു ഫോർമേഷനിൽ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോഴും കാണുമ്പോ ഇത്രയും മാസം പിടിക്കുമെന്നൊക്കെ. സോ അടിപൊളിയായിരുന്നു. ഇനി പ്രധാനമായി വരുന്ന ക്യാമിയോ റോളിലോട്ട് വരുമ്പോൾ മമ്മൂക്കയുടെ റോളിലോട്ട് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേ സൈഡ് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹൗ ഡു യു ലുക്ക് ദാറ്റ്? ഇല്ല, നമുക്ക് കുറെ ബ്രോ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ് കോമന്റ്സും ഒക്കെ വരുന്നുണ്ട്, ക്രിറ്റിസിസവും വരുന്നുണ്ട്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും വരുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒപ്പം കുറച്ചൊരു ക്രിറ്റിസിസവും കിട്ടി. ഐ എം ഓൺലി ടേക്കിംഗ് ഇറ്റ് ആസ് എൻ്റെ അടുത്ത സിനിമ എനിക്ക് എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ലെസൺ ആയിട്ട് മാത്രമേ ഞാൻ അത് കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും മമ്മൂക്കനെ പോലെ ഒരു ലെജൻഡിനെ എനിക്കൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയാല് ഭയങ്കര ലക്കിയാണ്. അതിന്റെ മേളിലേക്ക് ഒരു ക്രിറ്റിസിസവും വരത്തില്ല. ബിക്കോസ് അത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. വെദർ ഐ വാസ് ഏബിൾ ടു മാക്സിമൈസ് ഇറ്റ് ഓർ നോട്ട്, അതെനിക്കൊരു ലെസൺ ആയിട്ടാണ് ഞാൻ അത് കാണുന്നത്. സോ ദാറ്റ് ഈസ് അതുപോലെ മമ്മൂക്കയുടെ ഈ ബുള്ളറ്റ് വോൾട്ടർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു? അത് കുറച്ച് കഴിഞ്ഞ് ഐ മീൻ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു? അല്ല, ബുള്ളറ്റ് വോൾട്ടർ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ഗോഡ് ഫാദർ ടൈപ്പ് ഒരു ഫിഗർ, ഇവരുടെ ഒരു ഹീറോ ഫിഗർ ഉണ്ടായിരുന്നു. ഇവര് ബുള്ളറ്റ് വോൾട്ടറിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഗുസ്തി സ്റ്റൈല് കണ്ടിട്ടാണല്ലോ ഇവർ ആദ്യമായിട്ട് ടി വിയിൽ റെസ്ലിംഗ് കാണുമ്പോൾ അവർ പറയുന്ന വോൾട്ടറിനെ പോലെ റെസ്ലിംഗ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടോ, ഇത് കൊള്ളാലോ, അങ്ങനെയാണ് അതിലേക്ക് കണക്ട് ആവുന്നത്. അപ്പോൾ പല കണക്ഷൻ പോയിന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, ഫസ്റ്റ് നിങ്ങൾ മമ്മൂക്കയെ തന്നെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്? യെസ്. ഇത് വോൾട്ടർ നമുക്കയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അൺഷുവർ ആയിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു നമുക്കയുടെ ഒരു റെസ്റ്റ് സമയം, ആ ഒരു പീരീഡിന്റെ ഇടയിലായിരുന്നു. പക്ഷെ എന്നാലും വോൾട്ടർ മസ്റ്റ് ബി പ്ലേഡ് ബൈ മമ്മൂക്ക എന്ന് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് വേറൊരു പ്രൊമോ വീഡിയോ വന്നു ലാലേട്ടനായിട്ടുള്ള. എല്ലാരും ചോദിക്കുന്നായിരുന്നു, അത് ഇത് ഓൾറെഡി ലാലേട്ടന്റെ ഒരു റിലേറ്റീവ് ആണ്,
അപ്പോൾ പ്രൊമോ വീഡിയോയിലെങ്കിലും ലാലേട്ടനെ ഉൾക്കൊള്ളിച്ചല്ലോ എന്ന് പറഞ്ഞൊരു കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ഈ ലാലേട്ടൻ ഞെക്കട എന്നൊക്കെ പറയുന്നത്. അതെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ അടിപൊളിയായിരുന്നു. ആസ് ഇൻ അവരായിട്ട് ഞാൻ കോൺസ്റ്റന്റ്ലി ടച്ചിലുണ്ട്. ലാൽ സാറിനാണെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫ് സുചിത്ര ആന്റിക്ക് ആണെങ്കിൽ പോലും രണ്ടുപേർക്കും കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ടീസറൊക്കെ ഞാൻ കാണിച്ചപ്പോൾ തൊട്ട് രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു പ്രൊമോ വീഡിയോ ഭയങ്കരമായിട്ട് കയറി കത്തുകയും ചെയ്തു. പിന്നെ അത് അദ്ദേഹത്തിന്റെ തന്നെ ഐഡിയ ആയിരുന്നു. ഞാൻ ആകെ ചോദിച്ചത് നമ്മുടെ ടീമിനെ ഒന്ന് വിഷ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ തരാമോ, ദാറ്റ് വിൽ ബി മോർ ദൻ എനഫ്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ആ ടേബിളിന്റെ അവിടെ നിൽക്കുമ്പോൾ ലാലുമാമൻ പറയുന്നത് ദാറ്റ് എടാ ഗുസ്തിപ്പടമല്ലേ, ഞാൻ ഒന്ന് ഇരിക്കാം, നിങ്ങളൊക്കെ ഒന്ന് മസാജ് എന്നിട്ട് ഞാൻ ഈ ഡയലോഗ്. അപ്പൊ ആ ഒറ്റ ടേക്കേ എടുത്തുള്ളൂ, അതിന്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. വെരി സ്വീറ്റ് ഓഫ് ഹിം. ഈ കമ്മിങ് ടു മൂവീസ് ടെക്നിക്കൽ സൈഡ്, ഓക്കെ, ഫസ്റ്റ് പടം തന്നെ മോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ബെസ്റ്റ് ഓഫ് എവരി ടെക്നീഷ്യൻസ് അതിന് കിട്ടി. ക്യാമറ ആനന്ദ്, അഡീഷണൽ സിനിമാറ്റോഗ്രാഫി ജോമോൻ ഉണ്ട്, സുദീപ് ഉണ്ട്, എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ, സ്റ്റണ്ട് ചെയ്തേക്കുന്ന കലൈ കിങ്സ്, പിന്നെ ആർ സുനിൽദാസ്. അതെന്താണ് ഫസ്റ്റ് പടം തന്നെ ഇത്രയും വലിയൊരു ഗ്രാൻഡ് ടെക്നിക്കൽ ടീമിന് കിട്ടിയത്? യു ആർ വെരി ലക്കി, റൈറ്റ്? അബ്സല്യൂട്ട്ലി. ബ്രോ പറഞ്ഞ പോലെ ഒരു മഹാഭാഗ്യമാണത്. ദാറ്റ് ഇപ്പോൾ എല്ലാവരും കുറെ പേര് ഇതിന്റെ മേക്കിങ്ങിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട്. ഐ ക്യാൻ നോട്ട് ടേക്ക് മോസ്റ്റ് ഓഫ് ദാറ്റ് ക്രെഡിറ്റ്. അതെല്ലാം എൻ്റെ ടെക്നീഷ്യൻസിന്റെ, എൻ്റെ കൊളാബറേറ്റേഴ്സിന് ഉള്ള ഒരു ക്രെഡിറ്റ് ആണ്. അത് അവർക്ക് എല്ലാവരും അവരെ നെയിം ചെയ്ത് പറയുന്നുണ്ട്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ അബൌട്ട് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ദാറ്റ് ഇവിടുത്തെ ഓഡിയൻസിന് അറിയാം ഇവരൊക്കെയാണ് ഇത് ചെയ്തത്. ഇപ്പോ പോസ്റ്ററിൽ ഇപ്പൊ ഒരു പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിനെ നോക്കി സിനിമയ്ക്ക് കയറുന്ന ഓഡിയൻസ് ഉണ്ട്. അതുണ്ട്. അപ്പം ഫസ്റ്റ്ലി അതിന് ഒരു വലിയ താങ്ക്സ് എനിക്ക് പറയേണ്ടത് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് തന്നെയാണ്, റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്. അപ്പോൾ അവര് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ദാറ്റ് ബ്രോ, ടു പ്രൊട്ടക്ട് യു ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഫിലിം, ക്രൂവില് ബ്രോ മാത്രം മതി പുതിയതായിട്ട്, ബാക്കി എല്ലാവർക്കും ലൈക്ക് ടെൽ അസ് ഹൂ യു വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് ഉള്ളൊരു സാധനം. പിന്നെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേരം പ്രേമമൊക്കെ ഭയങ്കര ഒരു അങ്ങനത്തെ പടങ്ങളുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഭീഷ്മപർവം, അങ്ങനെയാണ് ആനന്ദേട്ടൻ്റെയൊക്കെ നമ്മൾ എത്തുന്നത്. ആൻഡ് അതേപോലെ ശങ്കരേസൻ ലോവിന്റെ ഒപ്പം ഉള്ളൊരു അവരുടെ ഒക്കെ ഒരു എത്ര പാട്ടുകളാണ് നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കൊളാബറേഷൻസ് മുജീബ് മജീദിന്റെ ഒപ്പം എനിക്ക് മുജീബിനൊപ്പം ഉള്ള ഒരു പ്രോസസ് അടിപൊളിയായിരുന്നു. അതേപോലെ എഡിറ്റ് ചെയ്ത പ്രവീൺ പ്രഭാകർ, പ്രവീൺ ചേട്ടൻ ഈസ് പ്രോബ്ലി ദ മോസ്റ്റ് സിൻസിയർ ഫിൽം മേക്കർ ഐ ഹാവ് സീൻ. ഭയങ്കര മെറ്റിക്കുലസ് ആണ്, ഭയങ്കര സിൻസിയർ ആണ്. ഒരു ചേഞ്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷനൊക്കെ ചെയ്തുള്ളൂ. വെരി മെറ്റിക്കുലസ്. അതേപോലെ നമ്മുടെ സൗണ്ട് ഡിസൈനേഴ്സ് ശങ്കരൻ സിദ്ധാർത്ഥൻ, വെരി യങ് സൗണ്ട് ഡിസൈനേഴ്സ്, അവരുടെയും അരവിന്ദ് മേരെന്നുള്ള സൗണ്ട് മിക്സറിന്റെ വർക്ക് ഒക്കെ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ബ്രീഫ് ഉണ്ടായിരുന്നു ദാറ്റ് നമ്മുടെ റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ റിംഗിലേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പഞ്ചസ് കിക്സ് ഒന്നുമല്ല. അത് കലൈമാസ്റ്റർ ആയിട്ട് നമ്മുടെ ഒരു ക്ലിയർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. റെസ്ലിംഗിലെല്ലാം കോമ്പിനേഷൻ മൂവ്സ് ആണ്. അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഇങ്ങനെ മേളിക്കൂടെ വന്ന് താഴെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എന്നിട്ട് വീഴ്ത്തുന്ന ഒരു അങ്ങനത്തെ ടൈപ്പ് സ്റ്റൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പോകേണ്ട ടൈപ്പ് ഒരു സൗണ്ട്സ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് നമ്മൾ യൂസ്ഡ് ഇപ്പൊ കേട്ട് സ്വിംഗ് സൗണ്ട്സ്, അതേപോലെ കയറിന്റെ ശബ്ദം. കാരണം എല്ലാം സ്ക്രാപ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോകമാണല്ലോ അവര്. കാരണം they didn't have money, they didn't have resources. അപ്പൊ അതിന്റെ സൗണ്ട്സ് എങ്ങനെയായിരിക്കും? ഈ റിംഗിലേക്ക് ആൾക്കാർ വീഴുമ്പോൾ നമ്മൾ WWE കണ്ട് കേട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സൗണ്ട് ഉണ്ട്. ഇത് കുറെ കൂടി ഒരു വുഡൻ സൗണ്ട് ആണ്. കാരണം ദാറ്റ് ഈസ് ഓൾസോ റിവീലിംഗ് ഓഫ് ലൈക്ക് ഹൗ ലോ ബഡ്ജറ്റ് ഈ പരിപാടി ആണെന്ന് അത് കാണിക്കണല്ലോ. ദാറ്റ് ഇവര് വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ടാണ് ഈ റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറെ കൂടെ വേദനിക്കുന്നുണ്ട് ഒരു തവണ വീഴുമ്പോൾ. എന്നാലും ദേ പുട്ടിങ് അപ്പ് ഷോ. അതിലൊക്കെ ആ ഒരു സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു സൗണ്ട് ടീം ഉണ്ടായിരുന്നു. അതേപോലെ കോസ്റ്റ്യൂംസ്, മെൽവിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുവാണെങ്കിലും മെൽവിയുടെ ജനറൽ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിലും പുള്ളിയുടെ ഒരു വാക്കി സ്റ്റൈൽ നമുക്ക് അറിയാവുന്നതാണ്. മെൽവി ഒരു തവണ സെറ്റിൽ വരുമ്പോഴും പല ലുക്കിലാണ്. പിന്നെ അടിപൊളിയാണ്. അപ്പൊ മെൽവിയുടെ ആ ഒരു സ്റ്റൈലിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മുടെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അധികം നോട്ടീസബിൾ അല്ലാത്ത കുറെ ഡീറ്റെയിലിങ്സും ഉണ്ട്. അർജുന്റെ റോഷന്റെ കോസ്റ്റ്യൂം കുറെ തെയ്യം ഇൻസ്പിറേഷൻ ഉണ്ട്. അർജുന്റെ ആണെങ്കിൽ ആ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡിന്റെ ഒക്കെ ഉണ്ട്. അതേപോലെ എല്ലാവരുടെയും പല പല ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ ഐ ബീൻ വെരി ലക്കി. സുനിൽ ദാസ് എന്ന് പറഞ്ഞ നമ്മുടെ ആർട്ട് ആർട്ട് ഡയറക്ടർ, ഞാൻ ഡയറക്ടർ. ഇനിയും പേരുകൾ മറക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവരുടെയൊക്കെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദ. അവരുടെയൊക്കെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. ഭയങ്കരമായിട്ട് പ്രീ പ്രൊഡക്ഷൻ അവർ പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഈ മെയിനായിട്ട് സ്റ്റൺ മാസ്റ്ററിലേക്ക് തന്നെ വരാം, കല കിങ്സൺ. എങ്ങനെയാണ് അദ്ദേഹം ചെയ്താൽ മതി ഇതെന്നുള്ളൊരു അദ്ദേഹത്തിന്റെ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മാർക്കോലൊക്കെ ആണെങ്കിലും. പക്ഷെ അല്ല, ഇങ്ങനെ ഒരു റെസ്ലിംഗ് പരിപാടി ആകുമ്പോഴത്തേക്കും വേറൊരു ഐ മീൻ ഒരു ഫോറിനറിനെ ഒന്നും നിങ്ങൾ അതെ, ഫോറിനർ ആർട്ടിസ്റ്റിനെ നിങ്ങൾ സ്റ്റണ്ട് ആർട്ടിസ്റ്റിന് വേറൊന്നുമല്ല, കലൈ മാസ്റ്റർ നമ്മളെയൊക്കെ കാട്ടിലും വലിയൊരു WWE ഫാനാണ്. ഫാനാണ്. പുള്ളിയുടെ ഒപ്പമുള്ള ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ എത്ര ഇങ്ങനത്തെ സ്റ്റൺസ് ഡയറക്ടേഴ്സിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ, എല്ലാവരും പറയുന്നില്ല ഇത് ഭയങ്കര ഓവറാണ്, നടക്കത്തില്ല. ലൈക്ക് മാസ്റ്റർ ചെയ്ത് അതിന് ആ എല്ലാ സ്റ്റൺസും ഇതിലേക്ക് കൊണ്ടുവന്നോളും. സോ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈസ്, കലൈ മാസ്റ്റർ ഒരു അടിപൊളി സ്റ്റണ്ട് കൊറിയോഗ്രാഫർ മാത്രമല്ല, ഈസ് പുള്ളി ഒരു കിഡിലൻ ഫിൽം മേക്കറും കൂടിയാണ്. അപ്പോൾ ഈസിലി ഒരു 30-40% ഓഫ് ദിസ് ഫിലിം പുള്ളി തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആകെ ടേക്സിനിടയിൽ മാസ്റ്റർ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. പുള്ളി തന്നെ ക്യാമറ ഇടയ്ക്ക് എടുത്ത് ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ പുള്ളിയാണ് കുറെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാമറ മറ്റേ അർജുൻ വിശാഖിനെ ചോക്ക് സ്ലാം ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുമ്പൊക്കെ ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ റിംഗിൽ വീഴുമ്പോൾ ഉള്ള ഷോട്ട്സ് ഒക്കെ. അത് അർജുനും റോഷനും ഫൈറ്റ് ചെയ്യുന്ന ആ സീക്വൻസ് സുദീപ് അളവനാണ് ഷൂട്ട് ചെയ്തത്. സുദീപും കലൈ മാസ്റ്ററും മുമ്പ് അയ്യപ്പനും കോശിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർ തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് ഉണ്ട്. അപ്പം സുദീപും ജോമോനും ഇവരായിട്ടുള്ള ഒരു ഇത് അഡീഷണൽ സിനിമാറ്റോഗ്രഫി. യെസ്, സുദീപ് ഷൂട്ട് ചെയ്ത ഒരു സെഗ്മെന്റ് നമ്മുടെ ഈ ഫ്രണ്ട്സ് ഒക്കെ റെസ്ലിംഗ് റിംഗിലേക്ക് വന്ന് റോഷൻ അവിടെ ബീഡിയം വലിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പോർഷൻ തൊട്ട് അർജുൻ റോഷൻ ഫൈറ്റ് എൻഡ് ചെയ്യുന്നവരെ സുദീപ് ഷൂട്ട് ചെയ്തു. ജോൺ ചേട്ടൻ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മുടെ ക്ലൈമാക്സ് പോർഷൻ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു മിക്സ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ആനന്ദേട്ടന് വേറൊരു കമ്മിറ്റ്മെന്റും കൂടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡേറ്റ്സ് വൈസ് ഒന്നും മാച്ച് ചെയ്യില്ല. പക്ഷെ ബാക്കിയെല്ലാം ആനന്ദേട്ടന്റെ ഒരു വർക്കിലാണ് പോയത്. ആനന്ദേട്ടന്റെ വിഷ്വൽ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ജോമോൻ ചേട്ടനും സുദീപും പോയത്. ശരിയാ, കാരണം പടം കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതെ, ഫീൽ ചെയ്യാൻ പാടില്ല. ഈ ശങ്കർ ഇഷാൻ ലോയ് മ്യൂസിക്കിൽ എങ്ങനെയാണ് അവരിലോട്ട് എത്തിയത്? അതും ബോളിവുഡിലെ ടോപ്പ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് തന്നെ അഗൈൻ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് വഴിയാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസർ റിതേഷ്, അദ്ദേഹത്തിന്റെ അച്ഛനുണ്ട് രമേശ് സർ, അവര് ക്ലോസ് ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ് ശങ്കർ സർ. അപ്പോൾ അവർക്കറിയായിരുന്നു ദാറ്റ് ശങ്കർ എസ് ആൻഡ് ലോയ് എന്നുള്ള ഒരു ട്രിയോന് അവര് മലയാളം സിനിമ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് അവർക്കും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ശങ്കർ എസ് ആൻഡ് ലോയ് പോലത്തെ ഒരു പേരൊക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വി വോണ്ട് ഈവൻ ട്രൈ ടു റീച്ച് ദം. കാരണം ഇത് വർക്ക് ആവത്തില്ല. പക്ഷെ ഇവരാണ്, റിതേഷ് ഒക്കെയാണ് നമ്മുടെ അടുത്ത്, ഷിഹാനൊക്കെ കൂടെയാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് അവരുടെ അടുത്ത് പിച്ച് ചെയ്തോളാം. ഐ വാസ് ലൈക്ക് ഹെൽ യാ, പിച്ച് ചെയ്യാം. എന്നിട്ട് അവരുടെ അടുത്ത് സൂമിലൂടെയാണ് കഥ പറഞ്ഞത്. വൺ ഓഫ് മൈ മോസ്റ്റ് എൻകറേജിങ് നറേഷൻസ് ശങ്കർ സാറിനൊപ്പം ഉള്ളതായിരുന്നു. എല്ലാ 2 മിനിറ്റ് കഴിയുമ്പോൾ ഓ വാവ് സൂപ്പർ, ലൈക്ക് അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ പേർപ്പിൾ ഹേസ് സ്റ്റുഡിയോസിൽ പോയപ്പോഴാണ് കുറെ സിനിമകളുടെ മേക്കിംഗ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സും ഫേമസ് ആയിട്ടുള്ള സോങ്സും ഒക്കെ ഈ സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്തിട്ട് അവിടെ പോയി ഭയങ്കര ഒരു സെറിയൽ ഫീലിംഗ് ആയിരുന്നു. ദാറ്റ് നമ്മുടെയും സിനിമയുടെ സോങ്സ് ഇവിടെയാണല്ലോ കമ്പോസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ബിറ്റർ സ്വീറ്റ് ഫീലിംഗും കൂടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഒരിടയ്ക്ക് ആരും ഈ പ്രോജക്റ്റിൽ ബിലീവ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് നൗ ലുക്ക് അറ്റ് ദ സപ്പോർട്ട് ദാറ്റ് വി ഹാവ് എന്നുള്ളൊരു ഫീലിംഗ് കൂടെ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ദാറ്റ് ഒരാളുടെ ഒരു ഐഡിയ എന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു കൂട്ടം വലിയൊരു ഫാമിലി ഒരുമിച്ച് ഇത് നടത്തിയെടുക്കാൻ നോക്കുന്നത്. സോ ഈ നമ്മുടെ സനൂപ് തൈക്കടം റൈറ്റർ, അദ്ദേഹം കൊച്ചിക്കാരനാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോറി ആയിട്ട് അദ്ദേഹം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സനൂപ് തൈക്കടത്ത് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് റീച്ച് ഔട്ട് എങ്ങനെയാണ് ഈ സ്റ്റോറി ഐ മീൻ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് എഴുതാനായിട്ട്? സോ എൻ്റെ ഞാൻ അജയൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ മലയാളം അത്രയും സ്ട്രോങ് അല്ല, എൻ്റെ കൊച്ചി റൂട്ടിങ്ങും അത്രയും സ്ട്രോങ് അല്ല. പക്ഷെ എനിക്ക് കൊച്ചിക്കാരോട് ഭയങ്കര ഒരു റെസ്പെക്ട് ഉണ്ട്. ഐ ലവ് ദ പീപ്പിൾ ഓഫ് കൊച്ചി. ഞാൻ അവിടെ കുറെ നാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ലാംഗ്വേജ് സ്കിൽസ് വെച്ചിട്ട് ഇത് ബിലീവബിൾ ആക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത് ദാറ്റ് ഞാനിപ്പോൾ ഒരു സീൻ ഓർഡർ വരെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, അവിടുന്ന് വേറൊരാളുടെ നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും, വേറൊരാളുടെ കൊളാബറേഷൻ നമുക്ക് വേണ്ടി വരും. ഈ കഥയിലേക്ക് ആ ഒരു കൊച്ചി ഹാർട്ട്, ഒരു സോള് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള. പിന്നെയാണ് സനൂപ് പുള്ളിക്കാരൻ്റെ അസോസിയേറ്റ്സ് അമൽ ഷാ ആദർശും കൂടെ വരുന്നത്. അവരുടെ ഒരു ഹെൽപ്പോടെയാണ് പിന്നെയും കുറെ പൊളിച്ചൊക്കെ എഴുതി
കുറെ കൂടെ അതിലേക്ക് ഒരു ഹാർട്ട് വന്നു, അതിലെ ഒരു കോമഡി ഒക്കെ വന്ന് ഇങ്ങനെയാണ്. സനൂപ്പിന് കുറെ അടിപൊളി ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരു കുറേ സാധനങ്ങൾ നമുക്ക് ഈ കഥയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. സനൂപ്പിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്സ് എങ്ങനെ തമ്മിൽ ഒരു ബാൻഡർ. സെറ്റിലാണെങ്കിൽ പോലും എൻ്റെ ആക്ടേഴ്സ് സെറ്റിൽ വരുന്നതിന് മുമ്പ് സനൂപ്പ് അവരായിട്ട് കാരവാനിലിരുന്ന് ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാ ആക്ടേഴ്സും തിരിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ ബൗൺസ് ചെയ്യും ഐഡിയാസ്. എന്നിട്ടാണ് അവരൊരു സെറ്റ് പ്ലാൻ ആയിട്ട് ഇവിടെ എൻ്റെ അടുത്ത് സെറ്റിലേക്ക് വരും. എന്നിട്ട് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യും ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്. അപ്പോഴത്തേക്ക് നമ്മൾ ഷോട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയൊക്കെ ആംഗിൾസ് ഒക്കെ നോക്കും. അങ്ങനെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കൊളാബറേഷൻ ആയിരുന്നു. സനൂപ്പും ഞാനും ഭയങ്കര ഓപ്പോസിറ്റ്സും കൂടെയാണ്. അത് കാരണം നമുക്ക് കുറെ ഡിഫറൻസസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോഴും ഇന്നലെ സനൂപ്പിനെ കാണുമ്പോൾ പറയുന്നത് നമ്മുടെ ഇത്ര ഒരു ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നുള്ള ഒരു സാധനം. ഇന്നലെ ആണല്ലോ നമ്മള് സനൂപ്പും അർജുനും ദുബായിലായിരുന്നു. അവർ ഇന്നലെ ആയിരുന്നു വന്നപ്പോ സനൂപ്പിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് കണ്ടില്ല, വർക്ക്ഔട്ട് ആയില്ലേ ഉള്ളൊരു സാധനം. അപ്പം ഒരു ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നുള്ളൊരു സാധനം ഇതില് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ദാറ്റ് എൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് സനൂപ്പ് ഇസ് ഏബിൾ ടു ബിൽഡ് എ ബ്യൂട്ടിഫുൾ നാരറ്റീവ് അറൗണ്ട്. ഈ സിനിമ 4 ലാംഗ്വേജിലാണ് റിലീസ് ചെയ്തത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം. അപ്പൊ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ റിലീസ് ട്രൈ ചെയ്യാനുള്ള കാരണം എന്താ? പിന്നെ മോർ ഓവർ ടി സീരീസ് മ്യൂസിക് റൈറ്റ്സ്, മൈത്രി മൂവി മേക്കേഴ്സ് തെലുങ്കിൽ, വേഫെയർ മലയാളം, PVR ഐനോക്സ്, ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് ആണ് മൊത്തം. അതെ. സോ അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ഷിഹാൻ തന്നെയാണ്. ഷിഹാന്റെ ഒരു ഡെയറിങ് നേച്ചർ ഉണ്ട്. പുള്ളി ഒരു ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസറും കൂടെയാണ്. ഷിഹാൻ തന്നെ പറയുന്ന പോലെ ഷിഹാൻ അറിയത്തില്ലായിരുന്നു ഇവരെയൊക്കെ അങ്ങനെ സാധാരണ കോൺടാക്ട് ചെയ്യാറില്ല. അഗൈൻ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇരിക്കുമ്പോൾ കുറെ പേര് നമ്മളിപ്പോ ധർമ്മേനെ അപ്രോച്ച് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചാൽ മിക്ക ഇൻഡസ്ട്രി സീനിയേഴ്സ് ഒക്കെ പറയുന്നത് ഹിന്ദി റൈറ്റ്സ് ധർമ്മയാണ് എടുത്തത്, റൈറ്റ്? അപ്പോ ഇവിടുത്തെ സാധാരണ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരങ്ങനെ എടുക്കുന്നില്ല, എടുക്കുവാണെങ്കിലും മോഹൻലാൽ മമ്മൂട്ടി പടങ്ങളൊക്കെ അവർ എടുക്കുമായിരിക്കുള്ളൂ. ഷിഹാൻ ഡിഡ്ന്റ് നോ ഓൾ ഓഫ് ദാറ്റ്. ഷിഹാൻ he reached out to them. Of course മലയാളം സിനിമ ഈ ഒരു ഐഡിയ അടിപൊളിയാണല്ലോ, കൊളാബറേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോ അവർക്ക് മലയാളം ഫിലിംസിനുള്ള ഒരു അക്സെപ്റ്റൻസിന്റെ ഭയങ്കരമായിട്ടുണ്ട്. അവര് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട് മലയാളം സിനിമ എന്താണ് ചെയ്യുന്നത്, ഇവിടുത്തെ ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇവിടുത്തെ നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ ഗുണമാണ് കേട്ടോ. ദേ ആർ വെരി ഓപ്പൺ ടു ഇറ്റ്. അപ്പം ഷിഹാന്റെ ഒരു ഡെയറിങ് നേച്ചറിൽ അതിലൂടെ തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ കൊളാബറേഷൻസ് ഒക്കെ കിട്ടിയത്. ഓരോ ലാംഗ്വേജിലെ ഏറ്റവും ടോപ്പ് പ്രൊഡക്ഷൻ കമ്പനീസ്. അത് ഹി വാസ് വെരി ക്ലിയർ ദാറ്റ്. പക്ഷെ പുള്ളിക്ക് ഹി വാസ് കോൺഫിഡന്റ് ഓൾസോ ദാറ്റ് ഈ ഒരു ഐഡിയ അവരോട് പിച്ച് ചെയ്താൽ അവർ ഇന്നാവും. അങ്ങനെ തന്നെ അവര് ആവുകയും ചെയ്തു. ആൻഡ് ഇറ്റ്സ് ബീൻ വെരി നൈസ്. അവരുടെ ഒരു സപ്പോർട്ട്, പാൻ ഇന്ത്യൻ ആ ഒരു അപ്രോച്ച് എടുക്കാമെന്നും കൂടെ ഉള്ള ഒരു തീരുമാനം ഷിഹാന്റെ തന്നെയായിരുന്നു. കാരണം നമ്മളൊക്കെ ഈ പ്രോജക്ട് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു മലയാളം സിനിമ ആയിട്ടാണ്, ഒരു സബ്ജക്ട് ആയതുകൊണ്ട് ഓൾ ഓവർ ദി. അതെ. പക്ഷെ ഷിഹാനാണ് പറഞ്ഞത് ഇതിന്റെ ഒരു നൊസ്റ്റാൾജിയ എലമെന്റ്, ഇതിന്റെ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ, അത് എല്ലായിടത്തും അത് കണക്ട് ആവും, യു വാച്ച് എന്നുള്ള ഒരു സാധനം പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത് ഏർലി ഓൺ. അദ്വൈത് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്ത് ജിത്തു ജോസഫ് അല്ല, ഫസ്റ്റ് അസിസ്റ്റ് ചെയ്ത ഗീതു മോഹൻദാസ്, പിന്നെ രാജീവ് രവി, ജിത്തു ജോസഫ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അതിന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിമിലോട്ട് ഗുണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ സെറ്റിലായിരിക്കുമ്പോൾ കൂടുതലും ആൻഡ് മാനേജ്മെന്റ്, ജസ്റ്റ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഓൺ ടൈം എന്നുള്ളൊരു ജോബാണ്. പക്ഷെ പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഡയറക്ടറിനൊപ്പം ഇരിക്കുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് 1-on-1 ടൈം കിട്ടുക. നമ്മൾ ലേൺ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, അതൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ്. ആ ഒരു ടൈം എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് കൂടുതലും ഗീത് ചേച്ചിയുടെ ഒപ്പമാണ്. മൂത്തോൻ എന്നുള്ള സിനിമയിൽ. അപ്പോൾ മൂത്തോൻ എസ്പെഷ്യലി പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസിൽ പല എഡിറ്റ്സും നമ്മൾ ട്രൈ ചെയ്തിരുന്നു, പല ഫെസ്റ്റിവൽസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ തവണ ഫീഡ്ബാക്ക് കിട്ടി ചേച്ചി അത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ടു ടേക്ക് ഫീഡ്ബാക്ക് ആൻഡ് ടു അപ്ലൈ ഇറ്റ് ഇൻ എ സ്മാർട്ട് എഫക്റ്റീവ് വേ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ യുവർ വിഷൻ, അതൊക്കെ ഞാൻ പഠിച്ച ഗീത് ചേച്ചിയുടെ അടുത്തു നിന്നാണ്. അതേ സമയത്ത് രാജീവ് സാർ ഓൾറെഡി ഹി വാസ് ഇൻ ദ പ്രോജക്ട്. അപ്പോൾ രാജീവ് സാറിനെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. രാജീവ് സാറോടൊപ്പം രാജീവ് സാറാണ് എൻ്റെ അടുത്ത് തുറമുഖത്തിനുള്ള റീസെർച്ച് തുടങ്ങാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് കൊച്ചിക്കാരായിട്ടുള്ള ഒരു കണക്ഷൻ ആദ്യം കിട്ടി തുടങ്ങിയത്. അവിടെ കുറേ നാളുണ്ടായിരുന്നു, ആൾക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങി കഥകളൊക്കെ കേട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ നമ്മൾ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറിയപ്പോഴാണ്. സെറ്റിലേക്ക് വന്നപ്പോൾ രാജീവ് സാറുടെ അടുത്ത് നിന്ന് എനിക്ക് ഏറ്റവും പഠിക്കാൻ പറ്റിയത് ഈസ് ഒരു സെൻസ് ഓഫ് ഹെൽത്തി കോംപ്രമൈസ്. ദാറ്റ് പല ഡയറക്ടേഴ്സും ചിലപ്പോൾ നമ്മളൊക്കെ ആസ് ഡയറക്ടേഴ്സ് ഒബ്വിയസ്ലി നമ്മുടെ ഒരു മനസ്സിലുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കുമായിരിക്കും. രാജീവ് സാറ് ഹി നോസ് ദാറ്റ്
ടു എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഒരു പ്രശ്നം വരുവാണെങ്കിൽ പോലും ആദ്യം വിത്തൗട്ട് ലൂസിങ് യുവർ കൂൾ ജസ്റ്റ് തിങ്ക് ആൻഡ് ദെൻ സേ ഓക്കെ വേറെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, വേറെന്താണ് ചെയ്യാൻ പറ്റുക വൈൽ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. എന്നിട്ടാണ് പിന്നെ ജീത്തു സാറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ജീത്തു സാർ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന അടിപൊളിയായിട്ട്. അത് ഏത് ഫിലിമായിരുന്നു? 12th Man. 12th Man, okay. 12th മാനില് ജിത്തു സാറിന്റെ ടീമും ഭയങ്കര അടിപൊളിയാണ്. കുറെ പേര് ജിത്തു സാറിനൊപ്പം വർഷങ്ങളായിട്ട് ഉണ്ട് ആ ഒരു ടീമിൽ. അപ്പോൾ ജിത്തു സാറിനൊപ്പം വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇവിടുത്തെ ഒരു മൂവി മേക്കിംഗ് പാറ്റേൺ വെച്ച് കുറെ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ചിലപ്പോൾ ആസ് എൻ എ ഡി യു മൈറ്റ് ബി കൺഫ്യൂസ്. ചിലപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ. ജിത്തു സാറിന്റെ ടീമിൽ ആ ഒരു കൺഫ്യൂഷനേ ഇല്ല. എന്ത് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ആണെങ്കിലും ഫുൾ ടീം ഇസ് ഇൻഫോംഡ്. കാരണം എല്ലാവരും എന്ത് വന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ ഡയറക്ടറുടെ അടുത്ത് ചോദിക്കാൻ പേടി കാണും, ദാറ്റ് യുനോ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ കാണും. ദാറ്റ് ഡയറക്ടറുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ല ജിത്തു സാറെ എത്ര ഷോട്ട്സ് ഉണ്ട് ബാക്കി. അപ്പോൾ ADസിന്റെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത്രയും ഷോട്ട്സ് ഉണ്ട് ബാക്കി ഇന്നതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതൊക്കെ ജിത്തു സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചു. സോ ഐ ഹോപ്പ് ഞാൻ എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ അടുത്തും അങ്ങനെ തന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരു ഫാമിലി ആയിരുന്നു. എൻ്റെ ഡയറക്ഷൻ ടീം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ജിത്തു സാറിന്റെ ടീമിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചീഫ് അസോസിയേറ്റ്സ് ആണെങ്കിലും ആരിഷിക്കയും ജിബിൻ ചേട്ടനും അവർ കൊണ്ടുവന്ന അസോസിയേറ്റ്സ് അസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും വെരി വെൽ അലൈൻഡ്, വെരി സ്മൂത്ത് വർക്ക് ഫ്ലോ. എനിക്ക് എൻ്റെ വർക്ക് ലോഡ് മാക്സിമം അവർ കുറയ്ക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ ആൻഡ് മേഡ് മൈ ജോബ് മച്ച് ഈസിയർ. എന്നിട്ടാണ് പിന്നെ ലാൽ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്തു ബറോസ് എന്നുള്ള സിനിമയിൽ. അങ്ങനെ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ലാൽ സാറിന് ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ഡിറക്റ്റിംഗ് വൈൽ വെയറിങ് എ ഹ്യൂജ് ആർമർ ആൻഡ് ആക്ടിങ്. കുറേ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനൊപ്പം ഒക്കെ ചെയ്ത് ഒരു 100+ ഡേ ഷൂട്ടൊക്കെ ഹാൻഡിൽ ചെയ്ത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. എന്നാലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് ടൈം. ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 months ബിഫോർ ജോയിൻ ചെയ്തായിരുന്നു. ഫുൾ ഷൂട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ഒരു ആംബിഷ്യസ് പ്രോജക്റ്റ് ആയിരുന്നു. 3Dയിലും നേറ്റീവ് 3Dയിലും നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ക്യാമറ ഒരു രീതിയിൽ ഒരു മൂവ്മെന്റ്, ഒരു കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ് ഒക്കെ വേണമെന്ന് ലാൽ സാർ ചോദിച്ചിട്ട് ജിബ് ഓപ്പറേറ്റർ അയ്യോ സാറേ അത് പ്രശ്നമാണല്ലോ, അത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ഇത്രയും സമയത്തിൽ? അയ്യോ ആണോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമല്ലോ, നീ പറ നമുക്ക് എങ്ങനെ ഇതേ സാധനം ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ലാൽ സാർ എങ്ങനെയാണ് സെറ്റ്, അതേ ഒരു അപ്രോച്ച് ആയിരുന്നു. പിന്നെ സന്തോഷ് ക്യാമറ ചെയ്തത്. അദ്ദേഹത്തിനോട് ഒരു എക്സ്പീരിയൻസ്. പിന്നെ സന്തോഷ് സാറിന് ഇപ്പം അടിപൊളിയായിരുന്നു. സന്തോഷ് സാർ ഭയങ്കര വിറ്റിയാണ്. അപ്പോൾ നമ്മള് എന്തെങ്കിലുമൊക്കെ സാറിന്റെ അടുത്തേക്കൊക്കെ പോവാണെങ്കിലും മറ്റേ നമ്മളിങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി ഒരു എന്തെങ്കിലുമൊക്കെ കോമഡി ഒക്കെ അടിക്കും. ബട്ട് ബ്യൂട്ടിഫുൾ. ചില ഷോർട്സിലേക്കൊക്കെ സാറിന് ക്യാമറ ഓപ്പറേറ്റേഴ്സും കൂടെ ഉണ്ട്. ചില ഷോർട്സിന് ചില ക്ലോസപ്സിനൊക്കെ സന്തോഷ് സാർ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കും. അല്ലെങ്കിൽ സാർ 3D മോണിറ്ററിൽ എല്ലാം മോണിറ്റർ ചെയ്യുമായിരിക്കും. ചില ഷോർട്സിന് സാർ തന്നെ വന്നിരിക്കും. അപ്പോൾ സെറ്റ് തന്നെ ഫുൾ ഒരു എക്സൈറ്റ്മെന്റ്. ഓ മൈ ഗോഡ്, സന്തോഷ് ശിവൻ ഇസ് കമ്മിങ് ഓപ്പറേറ്റിംഗ് ദ ക്യാമറ എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു അത്. ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഉണ്ട്? ലാലേട്ടനായിട്ട് എന്തെങ്കിലും പടം ഉണ്ടോ? ഓ ഇൻഷാ അല്ലാ, എനിക്ക് ലാൽ സാറിനൊപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തെങ്കിലും അത് സംഭവിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും അദ്ദേഹത്തോട് ഞാൻ പ്രസന്റ് ചെയ്യാറുണ്ട്, ഒപ്പീനിയൻസ് ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എനിക്ക് പിച്ച് ചെയ്ത് ഒരു പ്രോജക്റ്റ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ട്? ഇപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 1-2 സ്ക്രിപ്റ്റ്സ് ഉണ്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 2.5-3 വർഷം ഇതിന്റെ ഒരു മേക്കിംഗ് തന്നെ ആയിരുന്നു. കാരണം ഇത് തന്നെ വലിയൊരു പ്രോജക്റ്റ് ആണ്. എനിവേ ഇപ്പോൾ ചെത്താപ്പച്ച ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസോട് തിയേറ്ററിൽ ഓടുകയാണ്, വളരെ നന്നായിട്ട് ഓടുകയാണ്. അപ്പോൾ പണി അറിയാവുന്ന ഒരാളാണ് അദ്വൈത് എന്നുള്ളൊരു എല്ലാവർക്കും പറയുന്നുണ്ട്, മലയാളികളൊക്കെ പറയുന്നുണ്ട് പണി അറിയാവുന്ന പയ്യനാണ്. ഫസ്റ്റ് പടം തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന സിനിമകളെല്ലാം നല്ലതാവട്ടെ. ചെത്താപ്പച്ച ഒരു 100 കോടി അടിക്കട്ടെ. താങ്ക് യു സോ മച്ച്. റിപ്പോർട്ടിനൊപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്.